ഒരു ശബ്ദം അതിൻ്റെ ഒപ്പം തന്നെ സൂര്യയുടെ അമ്മയെന്ന് വിളിക്കും കേട്ട് തല ഉയർത്തിയ അബി മുന്നിൽ കണ്ട കാഴ്ചയിൽ അന്തിച്ചു നിന്നു. ഇരുമ്പ് കമ്പി കൊണ്ട് പുറത്ത് കിട്ടിയ ശക്തിയുള്ള അടിയിൽ സൂര്യ നിലത്ത് വീണ് കിടക്കുന്നു. കയ്യിൽ ഒരു ഇരുമ്പ് കമ്പി പിടിച്ച് ലക്ഷ്മി അവളെ പകയോടെ നോക്കുന്നു. ലച്ചു, ഇതെന്താ? നീ എന്താ ഈ കാണിക്കുന്നത്? അബിയെ ദേഷ്യത്തിലൊന്ന് നോക്കി തറയിൽ വീണ് കിടന്ന് സൂര്യയുടെ മുടിക്കുത്തിൽ പിടിച്ച് ലക്ഷ്മി ഉയർത്തി. വീണതിൻ്റെ ശക്തിയിൽ അവളുടെ മൂക്കും ചുണ്ടും പൊട്ടി ചോര പൊടിഞ്ഞു. അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ച് ലക്ഷ്മി അവൾ പേടിയോടെ നോക്കി. പറയടി ഒന്നൂടെ, നേരത്തെ പറഞ്ഞ പോലെ അഭിറാം വർമ്മയെ കൊല്ലുമെന്ന്. എൻ്റെ മുഖത്ത് നോക്കി നേരെ നിന്ന് ധൈര്യത്തിൽ പറയടി. തൻ്റെ മുന്നിൽ നിന്ന് അലറുന്ന ലക്ഷ്മിയുടെ ഭാവങ്ങൾ കവിളിലെ ഒപ്പം തന്നെ മുടിയുടെ വേദനയിൽ സൂര്യ അവളെ നോക്കി. എൻ്റെ മുന്നിൽ നിന്ന് ഒത്തിരി തവണ നീ വാക്കുകൾ കൊണ്ട് അഭിറാം വർമ്മയെ കൊന്നു. പറഞ്ഞപ്പോൾ നിനക്ക് തീർന്നു. അത് കേട്ടിരുന്ന എൻ്റെ അവസ്ഥ അറിയാമോ? ഓരോ തവണ നീ പറയുന്ന വാക്കുകൾ എൻ്റെ നെഞ്ചിൽ കത്തി കുത്തി കയറുന്ന പോലെയാണ് കൊണ്ട് കയറിയത്. ഞാൻ ആ മനുഷ്യൻ്റെ ഭാര്യയാണ്. മരിച്ചു കിടന്നാലും സുമംഗലിയായി മരിക്കണമെന്നാണ് ഭർത്താവിനെ സ്നേഹിക്കുന്ന ഓരോ ഭാര്യയും മോഹിക്കുക. ഞാനും അതാണ് ആഗ്രഹിച്ചത്. നീയും നിൻ്റെ അച്ഛനും ചേർന്ന് എന്നെ ക്യാമ്പിന് വിളിച്ച് എന്തൊക്കെയോ അഭിറാം വർമ്മയെ പറ്റി പറഞ്ഞു. ഞാൻ കേട്ടു നിന്നു. ആരോ ഒരാൾ അത്ര ഉള്ളായിരുന്നു അന്ന്. പക്ഷേ ഇന്ന് ആ മനുഷ്യൻ കെട്ടിയ താലിയും കഴുത്തിലിട്ട് ആ പേരിൽ സിന്ദൂരവും ചാർത്തി അദ്ദേഹത്തിൻ്റെ ഒപ്പം ഭാര്യയായി ജീവിക്കുന്ന ഞാൻ അതെങ്ങനെ കേട്ടു നിൽക്കും? പറയടി. ലക്ഷ്മിയുടെ കൈ കൂടുതൽ ശക്തിയിൽ സൂര്യയുടെ കവളിൽ പിടിമുറുക്കി. വേദനയിൽ കണ്ണീരുകൾ ഒലിച്ചിറങ്ങി. നിനക്ക് വേദനിക്കുന്നു അല്ലേ? എനിക്കറിയാം, വേദനിക്കും. എനിക്ക് നന്നായി വേദനയുണ്ട് മനസ്സിന്. എൻ്റെ മുന്നിൽ വെച്ച് നീ അഭികേട്ടനെ എന്നെ തല്ലിയ ഞാൻ കൊള്ളും. പക്ഷേ എൻ്റെ പ്രാണനെ നീ കൈകൊണ്ടല്ലേ തല്ലിയത്? മുടിയിൽ നിന്ന് കൈവിട്ട് സൂര്യയുടെ കയ്യിൽ പിടിച്ച ലക്ഷ്മി അബിയും സഞ്ജുവും രാഹുലും പേടിയോടെ നോക്കി. സൂര്യയാണെങ്കിൽ ഒന്നും മിണ്ടാൻ പോലും ആവാതെ തരിച്ചു നിന്നു. ലച്ചു പ്ലീസ്, നീ എന്തീ കാണിക്കുന്നത്? അവളെ വിട്. അഭിയേട്ടന് ഇതിൽ ഇടപെടരുത്. ഒരാജ്ഞ പോലെ അത്രയും പറഞ്ഞുകൊണ്ട് തനിക്ക് നേരെ ദേഷ്യത്തിൽ നോക്കി ആ കണ്ണുകളിൽ കണ്ടത് ഇന്നലെ വരെ തനിക്ക് വിധേയായ ഭാര്യയുടെ ഭാവമായിരുന്നില്ല എന്ന് അബിക്ക് തോന്നി. അപ്പോൾ എൻ്റെ മുറപ്പെണ്ണ് വരുന്നതിന് മുൻപ് ഇവിടെ കീചകവധം നടക്കും എന്ന് തോന്നുന്നത് പെങ്ങളുടെ മട്ടും ഭാവം കണ്ട് പേടിയാ വരുന്നത്. പേടിക്കേണ്ട സഞ്ജുവേട്ടാ, അവളിപ്പോൾ സൂര്യയുടെ കൈകുത്തി ഓടിക്കും, അത്രയേ ഉള്ളൂ. അത് നിനക്ക് എങ്ങനെ അറിയാം? എത്ര കൈകൾ അവൾക്ക് ദേഷ്യം വന്ന ഭദ്രകാളിയാണ്. ബെസ്റ്റ് ഫാമിലി. ഇതാണ് ചക്കിക്കൊത്ത ശങ്കരൻ. ഡാ, ഭാര്യയുടെ സീനും കണ്ടിരിക്കാതെ പോയി പിടിച്ചു മാറ്റ്. താഴെ തലയും താങ്ങിയിരുന്ന അബിയോട് സഞ്ജു പറഞ്ഞു. അയ്യോ അബിയേട്ടാ, പ്ലീസ് പോകരുത്. ലച്ചു ചിലപ്പോൾ. ബാക്കി പറയാതെ രാഹുൽ നിർത്തി. എൻ്റെ കൈ എന്ന ഒച്ച കേട്ട് അങ്ങോട്ട് നോക്കിയതും സൂര്യയുടെ വലത് കൈ പിടിച്ച് തിരിക്കുന്ന ലക്ഷ്മിയെയാണ് കണ്ടത്. ലച്ചു വിട് അവളെ, നിന്നോട് വിടാനാ പറഞ്ഞത്. അബി പറഞ്ഞതുപോലും കേൾക്കാതെ ലക്ഷ്മി സൂര്യയുടെ കൈ കൂടുതൽ ബലമായി പിടിച്ചു. ലക്ഷ്മി എന്ന അബിയുടെ ദേഷ്യത്തിലുള്ള വിളിയിൽ അവൾ തിരിഞ്ഞു നോക്കി. എന്താ നിന്റെ ഉദ്ദേശം? വിടവളെ, മൃദു വരും. അബിയുടെ ദേഷ്യത്തിൽ തന്നോടുള്ള പറച്ചിൽ കേട്ട് സങ്കടം വന്നെങ്കിലും അബിയുടെ അടുത്തുള്ള ദേഷ്യം പോലും സൂര്യയുടെ കൈവിട്ട് അവളെ കവളിൽ ലക്ഷ്മി ആഞ്ഞടിച്ച് മുഖം പൊത്തിപ്പിടിച്ച് സൂര്യ ലക്ഷ്മിയെ നോക്കി. പാവം സൂര്യ, അബിയേട്ടനെ കിട്ടേണ്ട അടിയാ. രാഹുൽ പറഞ്ഞതും ചിരിയോടെ സഞ്ജു അവനെ നോക്കി. സൂര്യ എന്ന അബിയുടെ വിളിയിൽ അവൾ അബിയെ നോക്കി. ഇതൊന്നും ഞാൻ എന്നോട് ചെയ്തതിന് മാത്രം ഒരു ശിക്ഷയായി തരുന്നതല്ല. എത്ര പെൺകുട്ടികളുടെ ജീവിതം നീ തകർത്തു. ജാസ്മിൻ നിന്നെ ഒരു ചേച്ചിയെ പോലെയാണ് സ്നേഹിച്ചത്. എൻ്റെ PA ആയിരുന്ന സമയത്ത് നിനക്ക് വേണ്ടി സംസാരിച്ചത് കൊണ്ടാണ് എനിക്കവളെ ജോലിയിൽ നിന്നും വിടേണ്ടി വന്നത്. നമ്മുടെ ഷോപ്പ് അല്ലെങ്കിൽ നമ്മുടെ കീഴിൽ അവർ ജോലി ചെയ്യുന്നത് അവരുടെ ഗതികേട് കൊണ്ടാണ്. അത് നീ നന്നായി മുതലെടുത്തു. അങ്ങനെ എത്ര പേർ നീ കാരണം അവരുടെ ജീവിതം എങ്ങനെയെന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം തന്നെ നീ ലക്ഷ്മിയെ കിഡ്നാപ്പ് ചെയ്യാൻ ഉപയോഗിച്ച പണം പോലും നിനക്ക് അങ്ങനെ കിട്ടിയതല്ലേ? ഇവിടുത്തെ സെക്സ് റാക്കറ്റ് കണ്ണുവഴി. അബി എന്ന മൃദുവിൻ്റെ വിളി കേട്ട് അബി തിരിഞ്ഞു നിന്നു. മുറപ്പെണ്ണെ. സഞ്ജുവിൻ്റെ വിളിയിൽ മൃദു അവനെ കപടദേഷ്യത്തിൽ നോക്കി. ദേ സഞ്ജു, യൂണിഫോം ഇട്ട ഞാൻ മൃദുല സിദ്ധാർത്ഥ് IPS ആണ് കേട്ടോ. അയ്യോ സോറി മാഡം, അടിയൻ അറിഞ്ഞില്ല. കൂമ്പിടിച്ച് വാട്ടരുത്, അടുത്ത ആഴ്ച കല്യാണമാണ്. കേട്ടോ അബി, സൂര്യ രാമചന്ദ്രൻ ഇവളെന്നെ കുറേ ഓടിച്ചു ഈ സിറ്റി ഫുള്ള്. നിനക്ക് എങ്ങനെ കിട്ടി? സൂര്യയെ നോക്കി അബിയോടായും മൃദു ചോദിച്ചു. അതോ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, കിഡ്നാപ്പ്, ആക്സിഡൻറ്റ്, ഇതൊക്കെയാണ് ഇവളുടെ മെയിൻ എന്ന്. അത് ലക്ഷ്മിയാണ് എന്നറിയാം.
ലാലേട്ടൻ പറഞ്ഞ പോലെ ഇവളുടെ തന്തയല്ലല്ലോ എൻ്റെ തന്ത. ഞാനങ്ങ് ഇരയിട്ടു, ഇവൾ കയറി കൊത്തി. അല്ലേൽ ഇവൾ ഓർക്കണ്ടേ, നിന്റെ കയ്യിൽ ഇവളെ കിട്ടാതെ ലക്ഷ്മി ഞാനെങ്ങും വിടില്ല എന്ന്. അഭി പറഞ്ഞത് മനസ്സിലാവാതെ മൃദു അഭിയെ നോക്കി. വേറൊന്നുമല്ല, ഞാൻ ലക്ഷ്മിയുടെ അനിയത്തിയെ കൊണ്ട് അച്ഛനൊന്ന് കാണണം, വീട്ടിലോട്ട് വരാൻ പറയിപ്പിച്ചത്, അതുകൊണ്ടാണ്. ബാക്കി പറയാതെ അഭി ചിരിയോടെ ലക്ഷ്മിയെ നോക്കി. ലക്ഷ്മിയാണെങ്കിൽ ഇപ്പോൾ അഭിയെ കൊല്ലുമെന്ന മട്ടിൽ തൻ്റെ കൈ ചുരുട്ടി. അഭി, നിന്നെ ഞാൻ നല്ല പോലെ ഒന്ന് കണ്ടോട്ടെ. തൻ്റെ മുന്നിൽ വന്ന് അടിമുടി നോക്കി നിന്ന് സഞ്ജുവിനെ അഭിയൊന്ന് നോക്കി. അതെന്താ സഞ്ജു, നാളെ ഇവൻ പടവാണോ? ഉറപ്പല്ലേ മുറപ്പെണ്ണേ? അല്ല മാഡം. ചിരിയോടെ സഞ്ജു പറഞ്ഞത് കേട്ട് മൃദു ഒന്ന് ചിരിച്ചു. അപ്പം ഞാൻ എൻ്റെ ഡ്യൂട്ടി അങ്ങ് ചെയ്യുന്നു. സൂര്യയുടെ കയ്യിൽ വിലങ്ങിട്ട് മൃദു അഭിയോട് പറഞ്ഞു. കയ്യിൽ വീണ വിലങ്ങുമായി പകയിൽ ലക്ഷ്മിയുടെ മുഖത്തു നോക്കി. ഇവൾക്ക് മതിയായില്ല എന്ന് അഭി തോന്നുന്നത്. സഞ്ജു പറഞ്ഞത് കേട്ടതും ഒരടിയുടെ സൗണ്ട് കേട്ട് അഭി നോക്കി. ഈശ്വര, പെങ്ങൾ പിന്നെയും തല്ലി. സോറി മൃദു ചേച്ചി, ആ ദേഷ്യം അങ്ങോട്ട് മാറിയില്ല, അതാ. സൂര്യയെ തല്ലി തന്നെ മുന്നിൽ ചിരിയോടെ നിന്ന ലക്ഷ്മിയെ മൃദു ഒന്ന് നോക്കി. അഭിയെ നോക്കിയതും ഇതൊക്കെ ചെറുത് എന്ന മട്ടിൽ അഭി അവളെ നോക്കി തലയനക്കി. മോനെ അഭിരാം വർമ്മ, എല്ലാം നിന്റെ വിധി. അവൻ്റെ തോളിൽ തട്ടി മൃദു പറഞ്ഞു. ഞാൻ വിളിക്കാം അഭി, ജീവനുണ്ടേൽ ഫോൺ എടുക്കാം. തന്നെയും ലക്ഷ്മിയെയും പകയോടെ നോക്കി പോലീസുകാർക്കൊപ്പം പോയ സൂര്യയെ അഭി നോക്കി നിന്നു. എന്താടാ അഭി, നിനക്കൊരു സങ്കടം? എന്തുപറ്റി? അവളെ അറസ്റ്റ് ചെയ്തു പോയോണ്ടാണോ? അല്ല സഞ്ജു, എനിക്കെൻ്റെ ജീവിതത്തിൽ ദൈവം നല്ലൊരു വില്ലനെ പോലും തന്നില്ല. പെണ്ണായതുകൊണ്ട് നോ ആക്ഷൻ. സങ്കടത്തിലുള്ള അഭിയുടെ പറച്ചിൽ കേട്ട് സഞ്ജു ഒന്ന് ചിരിച്ചു. അഭിരാം വർമ്മ. ദേഷ്യത്തിലുള്ള ലക്ഷ്മിയുടെ വിളി കേട്ട് അഭി അവളെ നോക്കി. ഇവിടെ വെച്ചൊന്നും ചെയ്യരുത്, നിനക്ക് അവസരം ഞാൻ തരാം പ്ലീസ്. സഞ്ജു വാ, സീനാവും മുന്നേ വീട് പിടിക്കാം. തന്നെ നോക്കി മുന്നോട്ട് നടന്ന അഭിയെ ചിരിയോടെ ലക്ഷ്മി നോക്കി. അച്ഛാ എന്ന അഭിയുടെ വിളി തൻ്റെ കാലിലെ തണുപ്പുമറിഞ്ഞ് ഗിരിധർ ബെഡിൽ നിന്നും എണീറ്റു. തൻ്റെ കാലിൻ്റെ ചുവട്ടിൽ നിറകണ്ണുകളോടെ ഇരിക്കുന്ന തൻ്റെ മകനെ കണ്ട് അയാൾക്ക് നെഞ്ചു നേറി. എന്താടാ, എന്തിനാ നീ? ബാക്കി പറയും മുന്നേ അഭി അയാളെ കെട്ടിപ്പിടിച്ചു. സോറി അച്ഛ, എൻ്റെ മൗനം കൊണ്ട് ഞാൻ ഒത്തിരി വേദനിപ്പിച്ചു. ഒരിക്കലും ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല, എന്നെ മനസ്സിലാക്കിയില്ല എന്ന സങ്കടമായിരുന്നു. മനസ്സ് മുഴുവൻ. എന്നെ ശപിക്കരുത്. അയ്യേ, ഈ ശരീരവും വെച്ച് ഇങ്ങനെ കരയാൻ നിനക്ക് നാണമില്ലേ അഭി? അഭി കരച്ചിൽ നിർത്തിയേ. കരയരുത് മോനെ, നീ കരഞ്ഞ അച്ഛനത് സഹിക്കില്ല. ഞാനും എൻ്റെ ഇഷ്ടങ്ങൾ നിന്നിൽ അടിച്ചേൽപ്പിക്കാനാണ് നോക്കിയത്. സ്നേഹത്തിൽ പറഞ്ഞാൽ നീ ചിലപ്പോൾ നിഷേധിച്ചാലോ എന്ന് പേടിച്ച ഞാൻ അങ്ങനെയൊക്കെ. അതൊക്കെ കഴിഞ്ഞു. എന്നും അഭിരാം വർമ്മയുടെയും അഭിരാമി വർമ്മയുടെയും അച്ഛൻ മാത്രമായാൽ മതിയോ? ഇനി എൻ്റെ ആഗ്രഹം നിൻ്റെ കുഞ്ഞാണ്. നിനക്കും ആമിക്കും തരാൻ പറ്റാതിരുന്ന സ്നേഹം മുഴുവനും നിന്റെ കുഞ്ഞിന് കൊടുക്കണം. അതിൻ്റെ ഓരോ വളർച്ചയും നോക്കി കാണണം. തന്നിൽ നിന്നും അടർത്തി മാറ്റി നിറകണ്ണുകളോട് അത്രയും പറഞ്ഞ അച്ഛനെ സ്നേഹത്തിൽ അഭി നോക്കി. അപ്പോൾ പോയി ഫ്രഷായിട്ട് വാ, നമുക്കൊന്ന് ഇരിക്കാം. ബിസിനസ് കാര്യമൊന്നും പറയാനല്ല കേട്ടോ. തൻ്റെ നെഞ്ചിൽ കൈ ചുരുട്ടി ഇടിച്ചുകൊണ്ട് അത്രയും പറഞ്ഞ അച്ഛനെ ചിരിയോട് അഭി നോക്കി. അഭി, നീ ഇപ്പോൾ ജിമ്മിൽ പോണില്ല? നിന്റെ ചെസ്റ്റൊക്കെ എന്താ പറ്റിയത്? എന്നും പോകും. അയ്യോ, എന്തു പറ്റിയച്ചാ? തൻ്റെ ശരീരം പരിഭ്രാന്തിയിൽ നോക്കുന്ന അഭിയെ കണ്ട് ഗിരിധറിന് ചിരി വന്നു. തന്നെ നോക്കി ചിരിച്ച അച്ഛനെ ചമ്മിയ മുഖത്തോട് അഭി നോക്കി. അച്ഛൻ എന്നെ കളിയാക്കിയതാണല്ലേ? പിന്നല്ലാതെ. അഭിരാം വർമ്മയുടെ ബോഡിയോടുള്ള സ്നേഹം മീഡിയ മുഴുവൻ പരസ്യമായ രഹസ്യമല്ലേ? അച്ഛനെ കൂടി ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ബോഡിയെ ട്രോളാൻ. ഇപ്പം അതുമായി. തന്നെ നോക്കി ചിരിയോടെ ഇത്രയും പറഞ്ഞ് അഭിയെ ഗിരിധർ തന്നിലേക്ക് ചേർത്തു. 28 വർഷം മുന്നേ ആദ്യമായി നെഞ്ചോട് ചേർത്ത പോലെ അന്ന് നിറഞ്ഞ കണ്ണുകൾ സന്തോഷം കൊണ്ട് വീണ്ടും നിറഞ്ഞു. എൻ്റെ പൊന്നിലച്ചു, ഞാൻ നിൻ്റെ ഭർത്താവല്ലേ? എന്നെ കമിഴ്ത്ത് കിടത്തി ഇങ്ങനെ ഇടിക്കാമോ? പുറത്തുനിന്ന് എണീറ്റ് മാറുപുള്ളേ. നിങ്ങളെന്ന് ഞാൻ കൊല്ലും. എന്നെ കൊല്ലാൻ നോക്കിയാണോ നിങ്ങളുടെ മൃദുവിനെ സഹായിക്കുന്നത്? എനിക്കെന്തേലും പറ്റിയാൽ, അല്ല ഞാൻ ചത്തുപോയാലോ? ഞാൻ വേറെ കെട്ടും. ഓഹോ, അപ്പം അതാണ് മനസ്സിലിരിപ്പ്. ഒരു അഭിരാം വർമ്മ. അമ്മേ കടിക്കല്ലേ പ്ലീസ്, ഞാൻ വേറെ കെട്ടില്ല. ഷാജഹാൻ മുംതാസിന് താജ്മഹൽ പണിത പോലെ നിനക്ക് ഞാനൊരു കോഴിക്കൂട്, അല്ല കിളിക്കൂട് പണിയാം. നിങ്ങളൊരു കോഴിയാണ്, തനി കോഴി. കുറേ പിടക്കോഴി, പുറകെ വലിയ ആട്. കളിച്ചാലേ ഞാൻ ബിരിയാണി വെക്കും. അതൊക്കെ നീ വെച്ചോ. ഇപ്പം നീ എൻ്റെ പുറത്തുനിന്ന് മാറ്. എൻ്റെ നടു എങ്ങാനും പോയാൽ നിനക്ക് മാത്രമാണ് നഷ്ടം. അത് പറഞ്ഞ അഭിശക്തിയിൽ തിരിഞ്ഞതും ലക്ഷ്മി ബാലൻസ് തെറ്റി അവൻ്റെ നെഞ്ചിൽ വീണു. ഞാൻ പോകുക. നിങ്ങൾ എന്നെ അവളുടെ മുന്നിൽ കൊല്ലാനിട്ട് കൊടുത്തില്ലേ? അവനിൽ നിന്നും അകന്നു മാറി അവളെ ശക്തിയിൽ വലിച്ച് അവൻ നെഞ്ചിലേക്കിട്ടു.
നിന്നിൽ എനിക്ക് എത്തിച്ചേരാമെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തത്. നിന്നെ ഞാൻ മരണത്തിന് പോലും വിട്ടുകൊടുക്കില്ല. ഇനി ഞാൻ വിചാരിച്ചാൽ പോലും ഒന്നുമല്ല അവിടെ നടന്നത് എങ്കിൽ ഞാൻ തനിച്ച് ഈ ഭൂമിയിൽ ജീവിക്കില്ല. അഭിറാം വർമ്മ മരിക്കുന്നതും ജീവിക്കുന്നതും ഒരു പെണ്ണിനൊപ്പം മാത്രമായിരിക്കും. തൻ്റെ നെഞ്ചിൽ അമർത്തി ചുംബിച്ച ലക്ഷ്മിയുടെ കണ്ണിൽ നിന്നും വീണ കണ്ണുനീര് അവൻ്റെ നഗ്നമായ നെഞ്ചിൽ വീണു. അഭി പാടിക്കഴിഞ്ഞതും ലക്ഷ്മിയുടെ ചുണ്ടുകൾ അവൻ്റെ ചുണ്ടിൽ പതിഞ്ഞു. ഒരിക്കലും പാടി തീരാത്ത ഗാനം പോലെ തന്നിലേക്ക് ചേർന്ന തൻ്റെ പ്രാണനെ അഭി ചേർത്ത് പിടിച്ചു. മുന്നിൽ താൻ കാണുന്ന കാഴ്ച ലോകത്ത് വെച്ച് ഏറ്റവും മനോഹരമായി അഭിക്ക് തോന്നി. സന്തോഷത്തിൽ കാഴ്ച മറച്ചു നിന്ന കണ്ണുകൾ അവൻ തുടച്ചു. സഞ്ജുവിൻ്റെ താലിക്ക് മുന്നിൽ തലകുനിക്കുന്ന ആമി ഉടുത്തിരുന്ന ബ്ലൂ ആൻഡ് ഗോൾഡൻ സാരിയിൽ അവൾ പതിവിലും സുന്ദരിയെന്ന് അവന് തോന്നി. നിറയെ മുല്ലപ്പൂവും വെച്ച് മെഴഞ്ഞു പിന്നിയിട്ട മുടിയും ഓർണമെൻസും എല്ലാം കൂടി അണിഞ്ഞ് തൻ്റെ മുന്നിലിരിക്കുന്നത് ഒരു രാജകുമാരി എന്ന മട്ടിൽ അഭി അവളെ നോക്കി. ഏത് സമയത്തും തെളിച്ചം മാത്രമുള്ള സഞ്ജുവിൻ്റെ മുഖം കൂടുതൽ തെളിഞ്ഞത് കണ്ട് 24 വർഷങ്ങളായി കാണുന്നു. പക്ഷേ അന്നെന്തോ ഒരു പ്രത്യേകത അവനുള്ളതുപോലെ. 20 വർഷങ്ങൾ താൻ നെഞ്ചിൽ ചേർത്ത് പിടിച്ച തൻ്റെ പ്രാണനകന്നു എന്ന തോന്നലിൽ അഭിയുടെ നെഞ്ച് വിങ്ങിപ്പൊട്ടി. കൂടുതൽ ശക്തിയിൽ നെഞ്ചിരിപ്പ് ഉയർന്നു. പെട്ടെന്ന് തൻ്റെ കയ്യിൽ അമർന്ന ലക്ഷ്മിയുടെ കയ്യിലെ തണുപ്പിൽ അവനൊന്ന് ഞെട്ടി. അഭിയേട്ട പ്ലീസ് കണ്ണു തുറക്ക്, ആമി കണ്ട. അവളോട് മറുപടി പറയാതെ അഭി തൻ്റെ കണ്ണു തുറച്ചു. തൻ്റെ മുന്നിൽ നിന്ന് വേദനയിൽ പിടയുന്ന അഭിയെ കണ്ട് ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഫംഗ്ഷന് വന്നവർ അഭിയോട് ഓരോന്ന് ചോദിച്ചു എങ്കിലും ഒന്നും സംസാരിക്കാതെ മറുപടി തൻ്റെ മനോഹരമായ പുഞ്ചിരിയിൽ അഭിയോദിക്കി. യാത്ര ചോദിക്കാൻ നേരം അനുഗ്രഹം വാങ്ങിയപ്പോൾ തൻ്റെ കാലിൽ വീണാമിയുടെ കണ്ണിലെ കണ്ണുനീര് തൻ്റെ ദേഹവും മനസ്സും ഒരുപോലെ ചുട്ടുപൊള്ളിച്ചു എന്ന് അഭിക്ക് തോന്നി. അഭിയേട്ടാ എന്ന വിളിയോടെ തൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ ആമിയെ അഭി കൊച്ചു കുഞ്ഞിനെ പോലെ ചേർത്ത് പിടിച്ചു. ഒരു വേള കണ്ടു നിന്നവരുടെ മനസ്സിലേക്ക് ആ വേദന ഇറങ്ങി. അഭി എന്ന സഞ്ജുവിൻ്റെ വിളിയിൽ അഭി തൻ്റെ തല ഉയർത്തി. അഭിയുടെ നിറഞ്ഞ കണ്ണുകൾ സഞ്ജുവിനും വേദനയുണ്ടാക്കി. അഭി നീ ഒരു കാര്യം ഓർക്കണം, നിന്റെ പെങ്ങളെ ഞാൻ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുന്നതല്ല. പ്ലീസ് നീ ഇങ്ങനെ കരയരുത്. സഞ്ജുവിൻ്റെ പറച്ചിൽ കേട്ട് ചിരിയോടെ അഭി അവനെ തന്നോട് ചേർത്തു നിർത്തി. സന്തോഷം കൊണ്ടല്ലേ സഞ്ജു ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത് എൻ്റെ പ്രാണനെയാണ്. നിന്റെ ചെറിയൊരു അശ്രദ്ധ കൊണ്ട് ഈ കണ്ണൊന്ന് നിറഞ്ഞ പിന്നെ ഞാൻ. ബാക്കി പറയാതെ അഭി സഞ്ജുവിനെ നോക്കി. എന്താ അഭി നീ പറയുന്നത്? നിന്റെയും ആമിയുടെയും കണ്ണ് നിറയുന്നത് എനിക്ക് സഹിക്കുവോ? അഭി എന്തോ ആമിയുടെ ചെവിയിൽ പറഞ്ഞതും ആമി നിറകണ്ണുകളോടെ ഗിരിധരനെ നോക്കി. എന്നാൽ ആർക്കും മുഖം കൊടുക്കാതെ നിറഞ്ഞ കണ്ണുമായി നിന്ന അച്ഛൻ്റെ രൂപം അവളുടെ നെഞ്ചു നീട്ടി. അച്ഛാ എന്ന അമ്മയുടെ വിളിയിൽ അയാൾ തൻ്റെ തല ഉയർത്തി. തൻ്റെ മുന്നിലെ നിറകണ്ണുകളോടെ നിന്ന മകളെ അയാൾ തൻ്റെ നെഞ്ചോട് ചേർത്തു. അച്ഛാ എനിക്ക് സോറി. ഒന്നും പറയണ്ട എന്ന മട്ടിൽ ഗിരിധർ അവളെ നോക്കി തൻ്റെ തലയനക്കി. കരയരുത്, നീ കരഞ്ഞാൽ നിന്റെ ചേട്ടനത് സഹിക്കില്ല. ആ കണ്ണുകൾ മോൾ കാരണം കരയരുത്. ഈ നിമിഷം അവൻ അനുഭവിക്കുന്ന വേദന ഒരച്ഛൻ്റെയും ചേട്ടൻ്റെയുമാണ്. ഞാനെന്ന അച്ഛൻ പരാജയവുമാവും. പക്ഷേ അഭിറാം അവൻ നിനക്ക് തന്നത് ഒരച്ഛൻ്റെ സ്നേഹമാണ്. ആരെ തള്ളി പറഞ്ഞാലും എൻ്റെ മോൾ ചേട്ടനെ ഒന്നും പറയരുത്, അതവന് സഹിക്കില്ല. ആമി അഭിയെ നോക്കിയതും അഭി അവിടെ ഇല്ലായിരുന്നു. അവനകത്തേക്ക് പോയി. നമുക്കിറങ്ങാം, അവന് നല്ല സങ്കടമുണ്ട്. ദേവൻ്റെ പറച്ചിൽ കേട്ട് ഗിരിധർ തൻ്റെ തലയനക്കി. അമ്മയോടും ലക്ഷ്മിയോടും അമ്മുവിനോടുമൊക്കെ യാത്ര പറഞ്ഞ് ആമി കാറിൽ കയറിയെങ്കിലും ആ കണ്ണുകൾ തിരഞ്ഞത് അഭിയെയാണ്. മുന്നോട്ട് നീങ്ങിയ കാറിൽ സഞ്ജു തന്നെ ചേർത്ത് പിടിച്ചപ്പോൾ കൂടിയും ആമിയുടെ കവിളിൽ അഭിയുടെ നെഞ്ചിലെ ചൂടായിരുന്നു. എത്ര അനുഭവിച്ചാലും മതി വരാത്ത തന്നെ താനാക്കിയവൻ്റെ ചൂട്. അവളുടെ മനസ്സിലെ വേദന അറിഞ്ഞ് സഞ്ജു അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു. ഒരിക്കലും വിട്ടുപോകില്ല എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട്. അഭിയേട്ടാ എന്ന ലക്ഷ്മിയുടെ വിളിയിൽ അഭിമുട്ടിൽ നിന്ന് തൻ്റെ തല ഉയർത്തി. നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ കണ്ട് ലക്ഷ്മിയുടെ നെഞ്ചു നേറി. കണ്ണീരോടെ തൻ്റെ മാറിലേക്ക് വീണ അഭിയുടെ തലയിൽ ലക്ഷ്മി വാത്സല്യത്തിൽ തഴുകി. ഭാര്യ എന്നതിൽ കവിഞ്ഞ ആ സമയത്ത് അവന് വേണ്ടിയിരുന്നത് ഒരമ്മയുടെ കരുതലായിരുന്നു. സഞ്ജുവിൻ്റെ വീട്ടിലേക്ക് വലതുകാല് വെച്ച് വിളക്കുമായി കയറുമ്പോൾ ആമയുടെ കാലുകൾ വിറച്ചു. മുൻപ് പലതവണ വന്നതാണെങ്കിലും അച്ഛൻ്റെ കയ്യിൽ നിന്നും പിടിവിട്ട് കൂട്ടം തെറ്റിയ കുഞ്ഞിനെ പോലെ അവൾ ആ വീട് മുഴുവൻ നോക്കി. അഭിയേട്ടാ ആ ചോക്ലേറ്റ് എനിക്ക് തരുമോ?
അവളുടെ ചോക്ലേറ്റ് നിന്ന് തീർത്തിട്ട് തൻ്റെ ചോക്ലേറ്റ് നോക്കിയിരുന്ന കുഞ്ഞു ആമിയുടെ മുഖം അബിയുടെ മനസ്സിൽ തെളിഞ്ഞു. അച്ഛൻ്റെ വഴക്കൊഴിച്ച് എന്തു കിട്ടിയാലും തനിക്ക് പകുതി തരുന്ന ചേട്ടൻ്റെ മുഖം ഓർത്തതും ആമിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ആമി, നീ ഡ്രസ്സ് മാറിയില്ലേ ഇതുവരെ? ഡ്രസ്സ് മാറാനായി റൂമിൽ വന്ന സഞ്ജുവിൻ്റെ ചോദ്യം കേട്ട് ആമി ഓർമ്മയിൽ നിന്ന് ഞെട്ടിയണീറ്റു. സഞ്ജുവേട്ടാ, എനിക്ക് അഭിയേട്ടനെ കാണണം. പെട്ടെന്ന് തൻ്റെ നെഞ്ചിൽ വീണ് കരഞ്ഞ ആമിയെ അവൻ ഒന്നുകൂടെ ചേർത്തു നിർത്തി. അബി ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ്. സത്യം പറഞ്ഞ ഞാനൊരു സ്വാർത്ഥനാണ്. ഈ സമയത്ത് ഞാൻ അവനൊപ്പം നിൽക്കേണ്ടത്. പക്ഷേ ബാക്കി പറയാൻ അനുവദിക്കാതെ ആമി അവൻ്റെ വാപൊത്തി. സോറി സഞ്ജുവേട്ടാ, ഞാൻ എൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാ. ആമി, നിങ്ങൾ രണ്ടാളും ഒരു കാര്യം ഓർക്കണം. എൻ്റെ അവസ്ഥ, നിന്റെ കണ്ണു നിറഞ്ഞാലും അവൻ്റെ കണ്ണു നിറഞ്ഞാലും തകരുന്നത് ഞാനാണ്. സോറി, ഞാൻ കരയില്ല. ഇപ്പം നീ കരഞ്ഞു, പക്ഷേ രാത്രി കരഞ്ഞെൻ്റെ ഫസ്റ്റ് നൈറ്റ് കുളമാക്കരുത്, ഒരപേക്ഷയാണ്. അവനിൽ നിന്ന് അകന്നു മാറി ആമി ദേഷ്യത്തിൽ അവനെ നോക്കി. ഇപ്പം അതാണ് സഞ്ജുവേട്ടന് ആവശ്യം? അല്ല, എൻ്റെ കല്യാണം കഴിഞ്ഞന്ന് അമേരിക്ക എങ്ങനെ തകർക്കാൻ പറ്റുമെന്ന് ചിന്തിക്കാം. തന്നെ നോക്കി അതും പറഞ്ഞ് ബാത്റൂമിൽ കയറിയ സഞ്ജുവിനെ ചിരിയോടെ ആമി നോക്കി നിന്നു. ആമി ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും മൂഡ് ഓഫ് ആയിരുന്നു. ജൂലിയാണെങ്കിൽ ആമിയെ നോക്കി ഓരോ റൂമും കയറി നടന്നു. അതിൻ്റെ കുര കേൾക്കുമ്പോൾ രാജിയുടെ കണ്ണ് നിറയും. ആമി പോയതുകൊണ്ട് അമ്മ റൂമിൽ ഒറ്റയ്ക്കിരുന്നു. എവിടെ പോവുക അബിയേട്ടാ? രാത്രി കാറിൻ്റെ കീയുമായി പുറത്തേക്ക് ഇറങ്ങിയ അബിയോട് ലക്ഷ്മി ചോദിച്ചു. ഞാൻ ആമിയെ ഒന്ന് കാണാൻ. അവർ കിടന്നു കാണില്ലേ? ചെന്ന് നോക്കാം, നീ കിടന്നോ. ഞാൻ ചെന്നില്ല എങ്കിൽ ചിലപ്പോൾ എൻ്റെ പേര് പറഞ്ഞ് രണ്ടും കൂടി അടി തുടങ്ങും. തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് അത് പറഞ്ഞു പോയ അബി അവൾ സങ്കടത്തിൽ നോക്കി. ഒത്തിരി വേദനിക്കുന്നു ആ മനസ്സിപ്പോൾ. അതാരെക്കാളും നന്നായി തനിക്കറിയാം. സഞ്ജുവേട്ടാ എന്ന ആമിയുടെ വിളിയിൽ ഫോണിൽ നിന്ന് കണ്ണെടുത്ത് സഞ്ജു അവളെ നോക്കി. സെറ്റ് സാരി, തലയിൽ മുല്ലപ്പൂവ്, കയ്യിൽ പാല്, ആഹാ അന്തസ്. കേറി വാ മോളി. അഭിരാമി വർമ്മേ. അയ്യോ സോറി, അഭിരാമി സഞ്ജീവേ. എന്താ സഞ്ജുവേട്ടാ വിളിയിലൊരു വശപ്പിശക്? 8 വർഷത്തെ കണക്ക് എനിക്ക് നിന്നോട് ചോദിക്കാനുണ്ട്. സഞ്ജു എന്ന ദേവന്റെ വിളിയിൽ അവൻ ഡോറ് തുറന്നു. എന്താ അച്ഛാ? അഭി വന്നിരുന്നു. ആണോ? അങ്ങോട്ട് മാറി എന്ന് പറഞ്ഞ ആമി സഞ്ജുവിനെ തട്ടിമാറ്റി റൂമിൽ നിന്നും ഇറങ്ങി. അഭിയേട്ട എന്ന വിളിയിൽ തൻ്റെ നെഞ്ചോട് ചേർന്ന് അവളെ അഭി കൂടുതൽ ചേർത്തു നിർത്തി. സോറി മോളെ, നീ പോന്നപ്പോൾ എൻ്റെ സങ്കടം കൊണ്ടാ ഞാൻ. എനിക്കറിയാം, അഭിയേട്ടൻ വന്നല്ലോ. ജൂലിയെ കൊണ്ട് വന്നില്ലേ? കൊണ്ടുവന്നു. കൊടു, ഇനി അതിൻ്റെ ഒരു കുറവേ ഉള്ളൂ. അങ്ങോട്ട് വന്ന് സഞ്ജുവിൻ്റെ പറച്ചിൽ കേട്ട് അഭി ചിരിച്ചു. എന്താണ് ചിരി? നീ ഇപ്പോൾ വന്നില്ല എങ്കിൽ എൻ്റെ അവസ്ഥ കഷ്ടമായേനെ. എനിക്കറിയാം സഞ്ജു, അതാ വന്നത്. എങ്കിൽ കിടന്നോ. ഗുഡ് നൈറ്റ്. ചേട്ടൻ പോട്ടെ. ആമിയുടെ നെറുകയിൽ ചുണ്ടമർത്തി അഭി പറഞ്ഞു. ശരിയെന്ന് ആമി തലയാട്ടി. ദേ അഭി, എത്തിയെന്ന് പറഞ്ഞ് വിളിക്കണ്ട്. ഞാൻ ഫോൺ എടുക്കില്ല. അയ്യോ വിളിക്കില്ല, പോരെ. അത് പറഞ്ഞ് കാറിൻ്റെ കീയും വിരലിൽ കരക്കി പോയ അഭിയെ ചിരിയോടെ ആമി നോക്കി നിന്നു. ആമി, ഈ പാവം ഞാൻ നിൽക്കണോ അതോ പോവണോ? ഇങ്ങനെ നിന്നാലേ കോഴി കൂവും. സഞ്ജുവിൻ്റെ പറച്ചിൽ കേട്ട് ആമി ചിരിയോട് അവനോട് ചേർന്നു നിന്നു. അനുസരണയില്ലാതെ ആ കൈകൾ അവളുടെ ശരീരത്തിൽ കുസൃതി കാണിച്ച് ഓടി നടന്നു. അഭിയുടെ പ്രണയം പാട്ട് പോലെ ലക്ഷ്മിയിൽ ഒഴുകിയിറങ്ങി. റൊമാൻസ് ഒരു മത്സരമാക്കിയാൽ അതിൽ ഫസ്റ്റ് സഞ്ജു എന്ന ആമിയുടെ പരാതി. രാഹുൽ അഭിയുടെ ഇടികൊണ്ട് നല്ല കുട്ടിയായി പഠിത്തമാണ്. അതിൻ്റെ ഇടയിൽ അഭിയുടെ ഏറ്റവും വലിയ ആഗ്രഹം പ്രഗ്നൻസി കിറ്റിൽ 2 പിങ്ക് വരയിൽ തെളിഞ്ഞു നിന്നു. അഭിയേട്ടാ, എനിക്കിപ്പോൾ പച്ചമാങ്ങ കഴിക്കണം. പെട്ടെന്നുള്ള ലക്ഷ്മിയുടെ പറച്ചിൽ കേട്ട് അഭി അവളെ നെഞ്ചിൽ നിന്ന് മാറ്റി ചാടി എണീറ്റു. സമയം രാത്രി 12 മണി. നീ ഗർഭിണിയൊക്കെ തന്നെ, എങ്കിലും ഇതൊരിത്തിരി കൂടിയ മോഹമല്ലേ? എനിക്ക് മരം കയറാൻ അറിയില്ല പെണ്ണേ. അഭിയേട്ട പ്ലീസ്, എനിക്കിപ്പോൾ തിന്നണം. അവളുടെ വീർത്ത വയറിൽ അവൻ്റെ കൈയെടുത്ത് വെച്ച് ലക്ഷ്മി കൊഞ്ചി. തൻ്റെ അച്ഛൻ്റെ ചൂടറിഞ്ഞ പോലെ ഉള്ളിലെ ആളും നനങ്ങി. ആ തുടിപ്പറിഞ്ഞ ദേഹം മുഴുവൻ കുളിരി കോരുന്ന പോലെ അഭിക്ക് തോന്നി. ലക്ഷ്മിയുടെ വയറിലേക്ക് മുഖം ചേർത്തവൻ അമർത്തി ചുംബിച്ചു. അച്ഛയുടെ മുത്തൊന്ന് വേഗം വാ. ഈ 9 മാസം കൊണ്ടൊരു വിധപ്പെട്ട എല്ലാ പണിയും പഠിച്ചു. അല്ല, നിന്റെ അമ്മ പഠിപ്പിച്ചു. ഇപ്പം മരവും കയറും. ഇനി എനിക്ക് വയ്യ. അഭി പറഞ്ഞത് ചിരിയോടെ ലക്ഷ്മി അത് കേട്ടിരുന്നു. അച്ഛൻ്റെ ശബ്ദവും സ്നേഹവും അടുത്തെറിഞ്ഞ പോലെ ഉള്ളിലെ ജീവൻ കൂടുതൽ ശക്തിയിൽ ഇളകിക്കൊണ്ടിരുന്നു. തുടരെ തുടരെ കിട്ടുന്ന അനക്കത്തിൻ്റെ സുഖമുള്ളൊരു ചെറിയ വേദനയിൽ ലക്ഷ്മി വയറിൽ കൈവച്ചു. എന്താ അഭിയേട്ടാ ഇത്? ചാടിയനേറ്റിങ് പോരുവോ? എന്താ ചവിട്ടി? അഭിയേട്ടൻ്റെ സൗണ്ട് കേട്ടാൽ പിന്നെ അകത്തെന്താ വെപ്രാളം? നിനക്ക് നല്ല കുശുമ്പുണ്ട്. പിന്നെ ഈ തൊഴിൽ നിനക്ക് കിട്ടണം. നിന്റെ അടി ഇടിയൊക്കെ ഞാൻ കൊള്ളുന്നില്ലേ? അപ്പോൾ എൻ്റെ കൊച്ചിൻ്റെ നീയും കൊള്ളണം.
അച്ഛയുടെ മുത്ത് അമ്മയെ വേദനിപ്പിക്കല്ലേ, അത് അച്ഛയ്ക്ക് സങ്കടാവും. തൻ്റെ വയറിൽ അമർത്തി ചുംബിച്ച അബിയുടെ തലയിൽ ലക്ഷ്മി സ്നേഹത്തിൽ തലോടി. അബിയേട്ട മാങ്ങ, നീ ഇതുവരെ അത് വിട്ടില്ലേ? പ്ലീസ് അബിയേട്ട, ഗർഭിണിയായ ഭാര്യയുടെ മോഹം സാധിച്ചു കൊടുക്കേണ്ടത് ഭർത്താവിൻ്റെ കടമയാണ്. അയ്യോ, ഞാൻ സഞ്ജുവിനെ വിളിച്ച് ചോദിക്കാം. ഈ കാലൻ മനുഷ്യനെ കിടത്തി ഉറക്കത്തുമില്ല. തുടരെയുള്ള ഫോൺ ബെല്ല് കേട്ട് ആമയെ നെഞ്ചിൽ നിന്ന് മാറ്റി സഞ്ജു എണീറ്റിരുന്നു. ആരാ സഞ്ജു ഏട്ടാ? വേറെ ആരാ, നിന്റെ ചേട്ടൻ കാലൻ. ഇവൻ ഉറക്കവുമില്ലേ? അമ്മേ, എന്തിനാ നീ പിടിച്ചത്? തൻ്റെ പുറം ശക്തിയിൽ തടവി സഞ്ജു ദയനീയമായി ആമിയെ നോക്കി. നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അബിയേട്ടനെ കാല എന്ന് വിളിക്കരുതെന്ന്. ഒന്ന് അങ്ങോട്ട് വിളിക്കും മനുഷ്യ. ചേച്ചി കൂടി അങ്ങനെ ഇരിക്കുന്നു, വിളിച്ച് കാര്യം തിരക്കാതെ ചേച്ചിക്ക് ഇനി എന്തേലും ഒന്ന് വിളിക്കും മനുഷ്യ. അയ്യോ, ഞാൻ വിളിക്കാം. ഗർഭിണിയായ പെങ്ങൾക്കും അതിന് കാരണമായവനും ഇത്ര ടെൻഷനില്ല. അച്ഛൻ പെങ്ങൾക്കാണ് ടെൻഷൻ. ദേ സഞ്ജു ഏട്ടാ. അയ്യോ വേണ്ട, നിന്റെ ചേട്ടനെയും തെറി കേൾക്കാനാണ് എനിക്ക് വിധി. പക്ഷേ ഇപ്പോൾ നല്ല മൂടല്ല. ഫോണും കയ്യിലെടുത്ത് സഞ്ജു ആമിയോട് പറഞ്ഞു. എന്താടാ കാല? അല്ല അബി, നിനക്കുറക്കൊന്നുമില്ലേ? സഞ്ജു, ഒരു പച്ചമാങ്ങ കിട്ടാൻ ചാൻസ് ഉണ്ടോ? വല്ല പച്ചക്കറിക്കടയിലും പോയി ചോദിക്കബി. അല്ലേ വല്ല മാവിയിലും വലിഞ്ഞു കയറാൻ നോക്ക്. അതിന് തന്നെ വന്നത്. നീ താഴെ വന്ന് ഗേറ്റൊന്ന് തുറക്ക്. നിന്റെ വീട്ടിലെ മാവാണ് ഇന്നത്തെ ഇര. നിൽക്ക്, ദേ വരുന്നു. എന്താ സഞ്ജു ഏട്ടാ? അബിയേട്ടൻ എന്തു പറഞ്ഞു? ലൈറ്റ് ഓണാക്കി ഷർട്ടും ഇട്ട് കട്ടയിൽ നിന്നിറങ്ങിയ സഞ്ജുവിനെ നോക്കി ആമി ചോദിച്ചു. നിന്റെ ചേട്ടൻ അഭിരാം വർമ്മയ്ക്ക് മാവിൽ കയറണമെന്ന്, താഴെ വന്ന് ഗേറ്റ് തുറക്കാൻ. അബിയേട്ടൻ വന്നോ? ഞാനൊന്ന് കാണട്ടെ. പിന്നെ അവനിപ്പോൾ ദുബായിൽ നിന്ന് വന്നതാണല്ലോ. തന്നെ തള്ളി മാറ്റി പുറത്തേക്ക് പോയ ആമിയെ നോക്കി സഞ്ജു പറഞ്ഞു. ഇതൊന്നും കേട്ട ഭാവം വയ്ക്കാതെ സെക്കൻഡുകൾ കൊണ്ട് ആമി താഴെ എത്തി ഗേറ്റ് തുറന്നു. അബിയേട്ടാ, നീ ഉറങ്ങിയില്ലേ ആമി? തൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ അവളെ ചേർത്ത് നിർത്തി അബി ചോദിച്ചു. അയ്യോ, നിന്നെ പോലെ ഒരാങ്ങളിയാണെങ്കിൽ നല്ല പോലെ പെങ്ങളും ഭർത്താവും ഉറങ്ങും. അങ്ങോട്ട് വന്ന് സഞ്ജുവിനെ കണ്ട അബി നന്നായി ഒന്ന് ചിരിച്ചു കാണിച്ചു. തെറി വിളിക്കാൻ വരുമ്പോൾ നീ ചിരിച്ചു കാണിക്കും, അതിൽ വീണ് ഞാൻ പറയാനുള്ളത് മറക്കും. ചേച്ചിയെ ഒറ്റയ്ക്ക് മുകളിലിരുത്തി അബിയേട്ടൻ വന്നത്? അല്ല, അമ്മ കൂടെയുണ്ട്. മാവയുടെ മോളെ, ചേട്ടനൊന്ന് താഴെ നിന്ന് പറിക്കാൻ നോക്കാം. പറ്റില്ല, എൻ്റെ പറമ്പിലെ മാങ്ങയെ കമ്പ് കൊണ്ട് തല്ലാനൊന്നും പറ്റില്ല. നീ കയറി പറിച്ചാൽ മതി. ഡോ കാല, നീ പക പോക്കുവല്ലേ? എന്താ അമ്മി, നിന്റെ ചേട്ടനെന്നെ കാല എന്ന് വിളിച്ചിട്ട് നീ നോക്കി നിൽക്കുക. കൊടുക്ക അവനിട്ടൊന്ന്. പിന്നെ എൻ്റെ ചേട്ടനെ ഞാനൊന്നും ചെയ്യില്ല. വീണ്ടും തേപ്പ്, വിധി തന്നെ. സഞ്ജു, ഇത് വലിയ മരമാണ്, എന്താ ചെയ്യുക? ആമി, ഒരു വടിങ്ങെടുക്ക്. മാവിൽ നോക്കി ദയനീയമായത് പറഞ്ഞ് അബിയെ സഞ്ജു ചിരിയോടെ നോക്കി. വലിഞ്ഞു കയറ്, ഇതെല്ലാം നീ കാരണമല്ലേ? ഞാനെന്താ ചെയ്ത് സഞ്ജു? പിന്നെ നീ അറിയാതെ ഗർഭമുന കൊണ്ട് ഗർഭമുണ്ടാക്കാൻ നിന്റെ ഭാര്യ മുനികന്യകയാണോ? എൻ്റെ സഞ്ജു, അവളൊന്ന് ഒച്ച വെച്ചിരുന്നുവെങ്കിൽ ഞാൻ ഉണർന്നേനെ. ഹിറ്റ്ലർ മൂവി ഡയലോഗ് പറയാതെ മരത്തിൽ വലിഞ്ഞു കയറാൻ നോക്ക്. എങ്ങനെ നടന്ന ചെറുക്കനാണ്. അബിയേട്ട, വടി കിട്ടി. താ ആമി. വടിയുമായി വന്ന ആമിയുടെ കയ്യിൽ നിന്ന് വടി വാങ്ങി മാങ്ങ പറിച്ചു വിജയെ പോലെ അബി സഞ്ജുവിനെ നോക്കി. എന്താ സന്തോഷം, എങ്കിൽ വേഗം കൊണ്ടുകൊടുക്ക്. അപ്പം ആമി, ഗുഡ് മോർണിംഗ്, ഞാൻ പോട്ടെ. ശരി സഞ്ജു. തന്നെ ഒന്നുകൂടെ നെഞ്ചിൽ ചേർത്ത് നടന്ന പോയ അബിയെ ചിരിയോടെ ആമി നോക്കി നിന്നു. എന്താണ് നിനക്കൊരു ചിരി? അവനെ കളിയാക്കിയതുപോലെ. അയ്യോ, ഞാൻ പഴയ അഭിരാം വർമ്മയുടെ കാര്യമോർത്ത് ചിരിച്ചതാണ്. എന്തൊക്കെയായിരുന്നു ദേഷ്യം വന്ന തല്ലി പൊട്ടിക്കൽ, ഒച്ചയാണെങ്കിൽ പിന്നെ പറയണ്ട. ഞാനും അമ്മയും ചെവിയിൽ പഞ്ഞി വരെ വയ്ക്കും, അത്ര ദേഷ്യ. ആ മനുഷ്യനാണ് പാവം, എൻ്റെ ഏട്ടൻ. നീ കേട്ടിട്ടില്ലേ, ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന്? അതാണ്. എങ്കിലും എൻ്റെ പെങ്ങളെ നമിച്ചു. അതൊക്കെ പോട്ടെ, വാമുത്തേ, നമുക്ക് കിടക്കാം. തൻ്റെ ദേഹത്ത് പരതി നടന്ന സഞ്ജുവിൻ്റെ കൈ തട്ടി മാറ്റി ആമി അവനെ നോക്കി. എന്തു ആമി ഇത്? ഒരുമാതിരി വിലക്കപ്പെട്ട കനിയിലെ കൈവച്ച പോലെ. എൻ്റെ സഞ്ജുവേട്ട, ജീവിക്കാൻ റൊമാൻസ് വേണം, പക്ഷേ റൊമാൻസിന് മാത്രമായി ജീവിക്കരുത്. എൻ്റെ പൊന്നോ, ഇതിൻ്റെ മുന്നിൽ തലവെച്ചെൻ്റെ അവസ്ഥ എന്നെ പോലെ വേറെ ആര് കാണും? ഇതിലും ഗതികെട്ട ഒരാളുണ്ട്, അത് വെച്ച് നോക്കിയാ നിനക്കെന്താ ഭാഗ്യം. പാവം ഞാൻ. അയ്യോ, ഒരു പാവം. അതൊക്കെ പോട്ടെ, ആ ആളാര്? പറഞ്ഞറിയും, ലക്ഷ്മി അഭിറാം. പാവം എൻ്റെ പെങ്ങൾ, നിന്റെ ചേട്ടനെ പോലെ ഒരാളെ. ബാക്കി പറയാൻ ഒരുങ്ങിയതും പുറത്ത് ശക്തിയിൽ കിട്ടിയ അടിയിൽ സഞ്ജു ഒന്ന് പുളഞ്ഞു. എന്തുവാ ആമി ഇത്? നീ എൻ്റെ നെഞ്ചത്ത് റീത്ത് വയ്ക്കുവോ? എന്തിനാ ഇപ്പോൾ? മേലിൽ എൻ്റെ അഭിയേട്ടനെ പറ്റി അനാവശ്യമായി വല്ലതും പറഞ്ഞ ബാക്കി അപ്പോ? അത് പറഞ്ഞ് അകത്തേക്ക് പോയ ആമിയെ സഞ്ജു സങ്കടത്തിൽ നോക്കി. അവന് കാണിക്കാം, ഞാൻ പറയരുത്.
ജഗതിച്ചേട്ടൻ പറഞ്ഞ പോലെ അവരുടെ ആവശ്യം ഇവൾക്ക് അനാവശ്യം. അടുത്ത ജന്മത്തിലെങ്കിലും അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോളുള്ളതിനെ നോക്കി കെട്ടണം, എൻ്റെ വിധി. തന്നെ ഓരോന്ന് പറഞ്ഞ് സഞ്ജു അകത്തേക്ക് പോയി. എൻ്റെ അമ്മു, നീ തിരുമ്മിയൊന്നും തരണ്ട. ലക്ഷ്മിയുടെ നീരുള്ള കാല് രണ്ടും തൻ്റെ മടിയിൽ എടുത്തു വെച്ച് തിരുമുന്ന അമ്മുവിനെ കണ്ടാണ് അഭിമുറിയിൽ ചെന്നത്. ലക്ഷ്മിയാണെങ്കിൽ കാല് വലിക്കാൻ നോക്കുന്നുണ്ട്. എന്താണ് ഇവിടെ രണ്ടുപേരും ചേർന്ന്? അബിയുടെ ശബ്ദം കേട്ട് രണ്ടാളും ഒന്നിച്ചു നോക്കി. എന്താണ് അബിയേട്ട താമസിച്ചത്? ലക്ഷ്മിയുടെ ചോദ്യം കേട്ട് അബി അവളെ ഒന്ന് ഇരുത്തി നോക്കി. എൻ്റെ അച്ഛന് പച്ചക്കറി കടമൊന്നുമില്ല, ഓടിച്ചെന്നെടുക്കാൻ മരത്തിൽ നിന്ന് പറിക്കണം. തന്നോട് കപട ദേഷ്യത്തിൽ അത്രയും പറഞ്ഞ അബിയെ ലക്ഷ്മിയെ മുഖം കൂർപ്പിച്ച് നോക്കി. അമ്മോ, ഇനി നീ തിരുമ്പണ്ട, അബിയേട്ടൻ വന്നല്ലോ. കേട്ടോ അമ്മോ, എനിക്കടുത്ത പണി. 9 മാസം മുന്നേ വരെ ആകെ അറിയാവുന്ന തൊഴിൽ ബിസിനസ് ആയിരുന്നു. പക്ഷേ ഞാൻ ഒത്തിരി പുരോഗമിച്ചു. മസാല ദോശ തൊട്ട് ബിരിയാണി വരെ വെക്കാൻ അറിയുന്ന എന്നെ പോലെ വേറെ നല്ല കുക്ക് അടുത്ത് കാണില്ല. അതുമാത്രമോ, ഇവൾ വൊമിറ്റ് ചെയ്യുന്ന കോരി കോരി നടുകൊടിഞ്ഞു. പിന്നെ ഈ കാല് തിരുമ്മി അതും പഠിച്ചു. ഇനി എന്താ വേണ്ടത്? അബി അത് പറഞ്ഞ് ലക്ഷ്മിയെ നോക്കിയതും നിറകണ്ണുകളോട് അവൾ അവനെ നോക്കി. അബിയേട്ട, എങ്കിൽ ശരി. അമ്മു എന്നാ വിളിയേട്ട് മുന്നോട്ട് പോയി അവൾ തിരിഞ്ഞു നിന്നു. എന്താ അബിയേട്ട? ഞാനെന്ത് സജിത്തിൻ്റെ അടുത്ത് പറയണ്ടേ? അവനൊത്തിരി നിന്നെ, ഒരിക്കലും MD എന്ന എന്നോടുള്ള ഒരു കടപ്പാടുമല്ല അവന്, നിന്നെ ഒത്തിരി ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അബിയേട്ട, ഞാൻ എങ്ങനെ? എൻ്റെ കാര്യങ്ങളെല്ലാം അബിയേട്ടന് അറിയാവുന്നതല്ലേ. എനിക്ക് അദ്ദേഹത്തിന് നല്ലൊരു ഭാര്യ ആവാനൊന്നും പറ്റില്ല. അവരിന്ന് ജീവനോടെ ഇല്ലേലും അവർ എന്നെ. ബാക്കി പറയാതെ അമ്മു തൻ്റെ കണ്ണുകൾ തുടച്ചു. ഇനി അബിയേട്ടന് ഞാനിവിടെ നിൽക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ ലച്ചുവിൻ്റെ വാവ വന്നു കഴിഞ്ഞ് കുഞ്ഞിനെ കണ്ടിട്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോയേക്കാം. അതുകൂടി വന്ന് 10 ദിവസം. തൻ്റെ മുന്നിൽ നിന്ന് അത് പറഞ്ഞ അമ്മുവിനെ അബി സങ്കടത്തിൽ നോക്കി. അമ്മു എന്ന വിളിയിൽ അവൾ തല ഉയർത്തി. ഞാൻ നിന്നോട് എപ്പോഴും പറയും, നീ എനിക്ക് ആമിയെ പോലെയെന്ന്. അതുപോലെ എന്നല്ല, അങ്ങനെ തന്നെ. പക്ഷേ നീ ഒരിക്കലും അപ്പുവിൻ്റെ സ്ഥാനത്ത് എന്നെ കണ്ടിട്ടില്ലേ. നിന്റെ കൂട്ടുകാരിയുടെ ഭർത്താവ്, അതുമാത്രം. അതുകൊണ്ടാണിപ്പോൾ നീ വീട് വിട്ടു പോകുമെന്ന് പറഞ്ഞത്. സജിത്ത് എന്നോടൊരു പ്രപ്പോസൽ വെച്ചപ്പോൾ എനിക്കതിലൊരു തെറ്റും തോന്നിയില്ല. എല്ലാം കൊണ്ട് നിനക്ക് ചേരുമെന്ന് തോന്നി. നിന്റെ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അവനതൊരു പ്രോബ്ലം അല്ല. പിന്നെ എല്ലാത്തിലും ഉപരി നീ അപ്പുവിനെ പറ്റി ഒന്ന് ചിന്തിക്ക്. എനിക്കുറപ്പുണ്ട് അവൻ സിവിൽ സർവീസ് കിട്ടും. മോള് കാരണം അവൻ്റെ ജീവിതം നിന്നെ ഓർത്ത് ഓരോ നിമിഷവും നേറിയാണവൻ. അബിയേട്ട, ഞാൻ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. ഞാൻ കാരണം പാവം ആ മനുഷ്യൻ, അതുകൊണ്ടാണ്. അബിയേട്ടനെ ഞാൻ അപ്പുവിനെ പോലെയല്ല, അതിലും സ്നേഹിക്കുന്നു. തൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞ അമ്മുവിനെ അബി തന്നോട് ചേർത്തു നിർത്തി. മോള് നല്ല പോലെ ഒന്ന് ആലോചിക്ക്. ഇഷ്ടമുണ്ടേ മതി, അവൻ വെയിറ്റ് ചെയ്യും. അത്ര ഇഷ്ടമാണ് നിന്നെ. പോയി കിടന്നു. അമ്മുവിൻ്റെ ഒലിച്ചിറങ്ങിയ കണ്ണുനീർ തുടച്ച് അത് പറഞ്ഞ് അബി അമ്മുവിനെ സ്നേഹത്തിൽ നോക്കി. എങ്കിൽ ശരി അബിയേട്ട, ലച്ചുവിന് നല്ല കാലുവേദനയുണ്ട്, നീര് പിന്നെയും കൂടി. ആ, ഞാനുണ്ടല്ലോ അമ്മു, അമ്മു പോയി കിടന്നു. അബി തൻ്റെ മടിയിൽ വെച്ച് തിരുമ്മി അവളുടെ കാല് ലക്ഷ്മി വലിച്ചെടുത്തു. മുഖം കണ്ടാൽ അറിയാം ദേഷ്യമാണെന്ന്. ലച്ചു, ഞാൻ തിരുമ്മി തരാൻ നിന്റെ കാല്. വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത് പറഞ്ഞ് തിരിഞ്ഞു കിടന്ന ലക്ഷ്മിയുടെ അടുത്ത് ചെന്ന് കിടന്ന് അബി വയറിൽ കൈവച്ച് ചേർത്ത് പിടിച്ചു. തൻ്റെ പ്രിയപ്പെട്ട ആളിൻ്റെ സാമീപ്യം പറഞ്ഞ് ലക്ഷ്മിയുടെ ഉള്ളിലെ കുഞ്ഞു ജീവൻ ശക്തിയിൽ അനങ്ങാൻ തുടങ്ങി. നീ എന്നോട് പിണങ്ങിയോ ലച്ചു? ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. നിനക്ക് വേണ്ടി എന്ത് ചെയ്യുന്നതും എനിക്ക് സന്തോഷമല്ലേ. എന്ത് പിണക്കം? ഈ സമയത്ത് എനിക്കൊപ്പം വേണ്ട ആള് എൻ്റെ ഒപ്പം ഇല്ലാത്തത് എൻ്റെ നിർഭാഗ്യമാണ്. അതിന് ഞാൻ അബിയേട്ടൻ്റെ അടുത്ത് പിണക്കം കാണിക്കുന്നത് എന്തിനാ? നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ ഇറുക്കി അടച്ച ലക്ഷ്മി അത് പറഞ്ഞതും അബിയുടെ നെഞ്ചിലൊരു ഭാരം എടുത്തു വെച്ച പോലെ അവന് തോന്നി. അവളെ നേരെ കിടത്തി അവളുടെ മുഖത്തേക്ക് അവൻ ഉറ്റുനോക്കി. നിനക്ക് നിന്റെ അമ്മ ഒപ്പം വേണമെന്ന് തോന്നിയോ? തൻ്റെ മനസ്സറിഞ്ഞതുപോലെ അവൻ പറഞ്ഞത് കേട്ട് അബിയുടെ നിറഞ്ഞ കണ്ണു അവഗണിച്ച് ലക്ഷ്മി ബെഡിൽ എണീറ്റിരുന്നു. വലിയ വയറും വെച്ച് എണീറ്റിരുന്ന ബുദ്ധിമുട്ടിൽ പോലും അണക്കുന്ന അവളുടെ സങ്കടത്തെ അബി നോക്കി നിന്നു. തനിക്ക് വേണ്ടി തൻ്റെ ജീവനെ ഉദരത്തിൽ ചുമക്കുന്നവൾ. ഒരു വാക്കുകൊണ്ട് പോലും താൻ അവളെ നോവിക്കാൻ പാടില്ല. അവനറിയാതെ കണ്ണുകൾ നിറഞ്ഞു. സോറി ലച്ചു, ഞാൻ അറിയാതെ പറഞ്ഞതല്ലേ. തൻ്റെ തോളിൽ മുഖം ചേർത്ത് വെച്ച് അഭിയലക്ഷ്മി ഒന്ന് നോക്കി. ചെറിയമ്മ വന്നെന്നെ 7-ാം മാസം കൂട്ടിക്കൊണ്ട് പോയതല്ലേ. അഭിയേട്ടൻ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നിട്ടിപ്പോൾ എൻ്റെ അമ്മ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നോട്. തൻ്റെ മുന്നിലിരുന്ന് കരഞ്ഞ അവളെ അവൻ കണ്ണുനീരോടെ നോക്കി. സോറി ലച്ചു, ഇപ്പോഴും എൻ്റെ സ്നേഹം നിനക്ക് മനസ്സിലായില്ല. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. സോറി. കാല് ഞാൻ തിരുമ്മി തരട്ടെ?
തന്നെ നോക്കി നിഷ്കളങ്കമായ മുഖത്തോട് അത്രയും പറഞ്ഞ അബിയെ ചിരിയോടെ നോക്കി. പെട്ടെന്ന് അവനെ റുക്കെ പുണർന്നു. സോറി അബിയേട്ടാ, പെട്ടെന്ന് കേട്ടപ്പോൾ സങ്കടം തോന്നി. നിനക്ക് മാങ്ങ വേണ്ടേ? വേണ്ട, എനിക്ക് കരിക്ക് കുടിക്കാനാണ് ഇപ്പോൾ തോന്നുന്നത്. ഈശ്വര, ഇനി ഞാൻ തെങ്ങിൽ കൂടി കയറണം. അവളിൽ നിന്ന് അകന്നു മാറി ചിരിയോടെ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് സ്നേഹത്തിൽ അവൾ നീങ്ങി വന്ന കാല് തൻ്റെ മടിയൽ വെച്ച് തടവുന്ന അവനെ ലക്ഷ്മി കണ്ണുകളോടെ നോക്കി. വന്ന് കിടന്നുറങ്ങാൻ നോക്ക്, നാളെ ഇനി ഓഫീസിൽ പോവണ്ടേ? അവിടെ ചെന്നാലും പണി. ഇങ്ങനെ ഉറങ്ങാതിരുന്ന് അഭിയേട്ടൻ്റെ മുഖം വല്ലാതെയായി. ഓഫീസിലിപ്പോൾ എന്താ ലച്ചു? അവിടെ ഇപ്പോൾ അക്കൗണ്ട് ഫുൾ നോക്കുന്നത് അപ്പുവാണ്. നോ ടെൻഷൻ, അവൻ നോക്കിയതൊന്നുകൂടെ നോക്കണം, സൈൻ ചെയ്യണം, അത്ര തന്നെ. ഒരു മിടുക്കനാണവൻ. അപ്പോൾ ഇല്ലായിരുന്നുവെങ്കിൽ ഈ സമയത്ത് നിന്നെ ശ്രദ്ധിക്കാൻ പോലും പറ്റാതെ ലാപ്പെടുത്ത് നോക്കിയിരുന്നേനെ. അഭിയേട്ടൻ നല്ല ടെൻഷനുണ്ട്. ഡെലിവറി ടൈം എടുക്കുമ്പോൾ എന്താ അത് ബേബിക്ക് വെയിറ്റ് കൂടുതലെന്ന് പറഞ്ഞതുകൊണ്ട്. അത് ഞാൻ കണ്ണിൽ കണ്ടത് വലിച്ചുവാരി തിന്നിട്ടാണ് ഈ അഭിയേട്ടൻ്റെ കാര്യം. അതല്ല ലച്ചു, ഡെലിവറി നോർമലാണ് എങ്കിൽ ബേബിക്ക് വെയിറ്റ് ഉള്ളത് കൊണ്ട് നിനക്ക്. ബാക്കി പറയാതെ അഭി തൻ്റെ കണ്ണുകൾ തുടച്ചു. അഭിറാം വർമ്മ എന്ന ലക്ഷ്മിയുടെ വിളിയിൽ അവൻ തല ഉയർത്തി. എൻ്റെ അഭിയേട്ടാ, നിങ്ങൾ ആ പഴയ ഫ്ലോയിൽ തിരിച്ചു വാ. ഇതൊരുമാതിരി ഒന്ന് പറഞ്ഞ് രണ്ടാമതിന് എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എൻ്റെ ലച്ചു, ഈ പ്രഗ്നൻസി ടൈം നിങ്ങൾ ഭാര്യമാർ ശരീരം കൊണ്ട് അനുഭവിക്കുന്നത് ഞങ്ങൾ ആണുങ്ങൾ മനസ്സുകൊണ്ടാണ് അനുഭവിക്കുന്നത്. ഇനിയൊരു നിൽപ്പുണ്ട് ലേബർ റൂമിന് മുന്നിൽ. ഓർത്തിട്ട് എനിക്കിപ്പോൾ തന്നെ കയ്യും കാലും വിറയ്ക്കുന്നു. ഒന്ന് പോ മനുഷ്യ, ഇനി അത് പറഞ്ഞിരുന്നു ഞാൻ കിടക്കാൻ പോവുക. മടിയിൽ നിന്നും കാല് വലിച്ചെടുത്ത് ലക്ഷ്മി കിടന്നു. അഭി പാടിക്കഴിഞ്ഞതും ലക്ഷ്മിയുടെ നിറവയറിൽ അമർത്തി ചുംബിച്ചു. അച്ചയുടെ മുത്ത്, അമ്മയെ വേദനിപ്പിക്കാതെ വേഗങ്ങ് പോരണേ. പാവല്ലേന്ന് അമ്മ. അതുമല്ല, അമ്മയ്ക്ക് വേദനിച്ച അച്ചയ്ക്കത് സങ്കടമാവും. ഉറങ്ങിക്കിടക്കുന്ന ലക്ഷ്മിയെ നോക്കി അഭി അത് പറഞ്ഞതും അനുസരണയില്ലാതെ അവൻ്റെ കണ്ണ് നിറഞ്ഞു. അച്ഛൻ്റെ താരാട്ടുപാട്ട് കേട്ട ആ കയ്യിലെ ചൂടുമറിഞ്ഞ് ഉള്ളിലെ ജീവൻ ശക്തിയിൽ അനങ്ങിക്കൊണ്ടിരുന്നു. അവനിലേക്ക് പെട്ടെന്നെത്താൻ ആഗ്രഹിച്ച പോലെ. കരുതലോടെ മരണം വരെ അച്ഛൻ ചുമക്കുന്ന ഗർഭമാണ് മക്കൾ. അച്ഛൻ ചുമന്നത് അത്രയും സ്വപ്നങ്ങളായിരുന്നു, മക്കളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ. അഭിയേട്ടാ എന്ന ലക്ഷ്മിയുടെ ഉച്ചയിലുള്ള അലർച്ച കേട്ട് കുളിച്ചുകൊണ്ടിരുന്ന അഭി പേടിയോടെ ബാത്റൂമിൽ നിന്നും ചാടിയിറങ്ങി വന്നു. പൈപ്പ് തുറന്ന പോലെ ലക്ഷ്മിയുടെ കാലിലൂടെ ഒലിച്ചിറങ്ങിയ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കണ്ട് അഭിയുടെ നെഞ്ചിലൊരു കൊള്ളിയാൾ പാഞ്ഞു. ഒരു കൈ കൊണ്ട് വയറും മറുകൈ കൊണ്ട് നടുവും താങ്ങി ബെഡിലിരുന്ന് അവൾക്കരികിൽ ഓടിയെത്തി അഭി തന്നോട് ചേർത്തു നിർത്തി. അഭിയേട്ട, എൻ്റെ നടുവൊക്കെ വെട്ടിപ്പൊളിയുന്ന പോലെ. തൻ്റെ കൈ തണ്ടയിൽ ഇറുക്കെ പിടിച്ച് അത്രയും വിക്കി വിക്കി പറഞ്ഞ ലക്ഷ്മിയുടെ അവസ്ഥ കണ്ട് അഭിയുടെ കണ്ണുകൾ ഒഴുകി. അമ്മേ, ഒന്നിങ്ങ് വാ എന്ന അഭിയുടെ ഒച്ച ആ വീട് മുഴുവൻ മുഴങ്ങി കേട്ടു. നീക്കറിയാതെടാ, നമുക്ക് ഹോസ്പിറ്റൽ പോവാം, ഞാൻ ഡ്രസ്സ് മാറട്ടെ. അവളെ ബെഡിൽ കിടത്തി ഡ്രസ്സ് മാറാൻ എണീറ്റുവെങ്കിലും അവനിൽ നിന്നും അകന്നു മാറാതെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. എന്നാൽ അവളുടെ അടിവയറ്റിൽ ഉരുണ്ട് കയറിയ മരണവേദനയ്ക്ക് ആശ്വാസം നൽകാൻ ആ നെഞ്ചിലെ ചൂടിന് സാധിച്ചില്ല. തൻ്റെ പ്രാണൻ്റെ ജീവൻ പോകുന്ന പോലെയുള്ള മരണവേദന കണ്ട് അഭിയുടെ നെഞ്ച് നീറി. മനസ്സിലെ വേദന കണ്ണുനീരായി ഒഴുകിയിറങ്ങി. അഭിയേട്ടൻ കരയുന്നത്? എനിക്കൊന്നുമില്ല. തൻ്റെ സങ്കടം കണ്ട് അവൾ പറഞ്ഞ ജീവിതത്തിലെ ഏറ്റവും വലിയ കള്ളം കേട്ട് അഭി കണ്ണീരോട് അവളെ കൂടുതൽ ശക്തിയിൽ തന്നോട് ചേർത്തു. എന്താ അഭി? അയ്യോ, എന്താ മോളെ? അഭിയുടെ വിളി കേട്ടുവെന്ന രാജിയും അമ്മുവും വേദനയിൽ പിടയുന്ന ലക്ഷ്മിയിലും അതിൽ 100 ഇരട്ടി മനോവേദന അനുഭവിച്ച് അവളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന തൻ്റെ മകനെയും കണ്ട് രാജിയുടെ കണ്ണ് നിറഞ്ഞു. അവർ ഓടി വന്നൊപ്പം ഇരുന്നു. അഭിയിൽ നിന്ന് അകറ്റി തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു. അമ്മു കരച്ചിലോടെ ലക്ഷ്മിയുടെ നടുവ് തിരമ്മി. എന്താ അഭി, മോളെ ഹോസ്പിറ്റൽ കൊണ്ടുപോവാൻ നോക്കാതെ നീ എന്താ ടേബിളിൽ തിരയുന്നത്? പെട്ടെന്ന് ഡ്രസ്സ് ഇട്ട് ടേബിളിൽ എന്തോ തിരിയുന്ന അഭിയുടെ അടുത്ത് രാജി ചോദിച്ചു. അത് അമ്മേ, വണ്ടിയുടെ ചാവി. നിനക്കെന്ത് സ്ഥലകാല ബോധവും ഇല്ലേ അഭി? നിന്റെ ലാപ്ടോപ്പിൻ്റെ മുകളിൽ ഇരിക്കുന്നത് വണ്ടിയുടെ ചാവിയും പേഴ്സും അല്ലേ? അത് ഞാൻ കണ്ടില്ല അമ്മേ, എനിക്ക്. ബാക്കി പറയാതെ അഭി പേഴ്സും ഫോണും ജീൻസിൻ്റെ പോക്കറ്റിലേക്കിട്ടു. വണ്ടിയുടെ ചാവിയിൽ കയ്യിൽ പിടിച്ച് ലക്ഷ്മിയെ കൊച്ചു കുഞ്ഞിനെ പോലെ കോരിയെടുത്ത് തൻ്റെ ജീവനും ജീവൻ്റെ ജീവനും ഒരുപോലെ കൈക്കുള്ളിലൊതുക്കി മുന്നോട്ട് നടന്നപ്പോൾ അറിയാതെ അഭിയുടെ കാലുകൾ വിറച്ചു. തൻ്റെ ധൈര്യം ചോരുന്ന പോലെ അവന് തോന്നി. അമ്മയെന്ന വേദന നിറഞ്ഞ അവളുടെ കരച്ചിൽ വേദന ഉണ്ടാക്കിയെങ്കിലും തന്നോട് ചേർത്ത് വെച്ച ലക്ഷ്മിയുടെ ഉദരത്തിൽ നിന്നുള്ള തൻ്റെ പൊന്നോമനയുടെ തുടി പറയുന്നത് അവന് ശക്തിയിൽ മുന്നോട്ട് നടക്കാനുള്ള ധൈര്യമായിരുന്നു. രാജയും ഗിരിധരും അമ്മവും ഹോസ്പിറ്റൽ പോവാനൊപ്പം വന്നു. അച്ഛാ, കാറൊന്ന് എടുക്കുമോ? എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നെന്ന് തോന്നുന്നില്ല. ചാവിന്ന്. കാറിൻ്റെ ചാവിയും കയ്യിൽ പിടിച്ച് തന്നെ നോക്കി അപേക്ഷ പോലെ അത്രയും പറഞ്ഞ അഭിയെ ഗിരിധർ സങ്കടത്തിൽ നോക്കി.
ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവൻ്റെ മനസ്സ് വല്ലാതെ തളർന്നു എന്ന് അയാൾക്ക് തോന്നി. ലക്ഷ്മിയുടെ അവസ്ഥ കണ്ടതും അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. കാറിൻ്റെ പിൻസീറ്റിൽ തന്നെ ചാരിയിരുന്ന തൻ്റെ പ്രാണനെ അവൻ ഒന്നുകൂടെ ചേർത്തു പിടിച്ചു. ലക്ഷ്മിയാണെങ്കിൽ തൻ്റെ വേദന അവനിൽ നിന്നും ഒളിപ്പിക്കാൻ ശ്രമിച്ചു. എങ്കിലും പരാജയമായിരുന്നു ഫലം. അരക്ക് കീഴെ മുളക് അരച്ചത് തേച്ച പോലെ അവൾ വേദനയിൽ പുളഞ്ഞു. അച്ഛാ, ഒന്ന് സ്പീഡിൽ പോ. ലക്ഷ്മിയുടെ കരച്ചിൽ കൂടുന്നതിനനുസരിച്ച് അഭി പേടിയോടെ ഗിരിധനോട് പറഞ്ഞു. ഇപ്പം എത്തും അഭി, 2 മിനിറ്റ്. നീ ഒന്ന് സമാധാനിക്ക്. ലക്ഷ്മിയുടെ കരച്ചിൽ കാണും തോറും അഭിക്ക് ശരീരം കൂടുതൽ തളരുന്നത് പോലെ തോന്നി. ഇപ്പം തനിക്ക് ആശ്രയം തൻ്റെ സഞ്ജുവിൻ്റെ കൈയാണ്. ആ ചേർത്തു നിർത്തലാണ്. ഫോൺ പോക്കറ്റിൽ നിന്നെടുത്ത് അഭി സഞ്ജുവിനെ വിളിച്ചു. സഞ്ജു, ലച്ചു, നീ ഒന്ന് വേഗം വാ, എനിക്കെന്തോ പേടിയാവുന്നു. നീ അടുത്തില്ലെങ്കിൽ എനിക്ക്. ബാക്കി പറയും മുന്നേ അഭിയുടെ കണ്ണ് നിറഞ്ഞൊഴുകി. ഫോണിൽ കൂടി അഭിയുടെ തേങ്ങൽ കേട്ട് തൻ്റെ ഹൃദയം തകർന്ന പോലെ സഞ്ജുവിന് തോന്നി. എന്താടാ അഭി, പെങ്ങൾക്ക് പെയിൻ തുടങ്ങിയോ? നീ കരയാതെ പ്ലീസ്, ഞാൻ ദേ വന്നു, നീ ടെൻഷനാവാതെ. ആമി, ഒന്ന് വേഗം വാ. നീ ഇതെവിടാ? ദേഷ്യത്തിലുള്ള സഞ്ജുവിൻ്റെ വിളി കേട്ട് ആമി ഓടി വന്നു. എന്താ സഞ്ജുവേട്ടാ? ആമി, നീ ഒന്ന് വേഗം റെഡിയാക്. അഭിയ വിളിച്ചത്, പെങ്ങൾക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തു എന്ന്. അവൻ കരഞ്ഞു തുടങ്ങി. അയ്യോ, 1 മിനിറ്റ്, ഞാൻ ദേ വരുന്നു. താൻ ഏറ്റവും കാത്തിരുന്ന സമയം വന്ന സന്തോഷം ആമയുടെ മുഖത്ത് മിന്നിമാഞ്ഞു. എങ്കിലും അരുതാത്തതെന്തെങ്കിലും സംഭവിക്കുമെന്ന പേടിയും ആമയുടെ മുഖത്തുണ്ടെന്ന് സഞ്ജുവിന് തോന്നി. ഹോസ്പിറ്റലിലെത്തിയ അഭിലക്ഷ്മിയെ സ്ട്രെച്ചറിൽ എടുത്ത് കിടത്തി. കരഞ്ഞു കലങ്ങിയ അഭിയുടെ മുഖം കണ്ടതും അതുവരെ താൻ പിടിച്ചു വെച്ച ധൈര്യം ആ മുഖം കണ്ട വേദനയിൽ കൈവിട്ടു പോയി എന്ന് ലക്ഷ്മിക്ക് തോന്നി. അഭിയേട്ട, കരയരുത്, ഈ കണ്ണുനീരെൻ്റെ വേദന കൂട്ടുന്നു എന്ന് പറയണമെന്നുണ്ട്. പക്ഷേ അമ്മയെന്നല്ലാതെ വേറെ ഒന്നും തനിക്ക് വേദനയിൽ പറയാനാവുന്നില്ല. ലേബർ റൂമിൽ കയറാൻ പോയതും അഭി സ്നേഹത്തിൽ അവളുടെ കയ്യിൽ അമർത്തി ചുംബിച്ചു. കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി ലക്ഷ്മിയുടെ കയ്യിൽ വീണു. എന്നെ ലേബർ റൂമിൽ കയറ്റുമ്പോൾ എൻ്റെ മുന്നിൽ കാണേണ്ട അഭിയേട്ടൻ്റെ ചിരിയാണ്. ആ ചിരി കണ്ടാൽ എല്ലാ വേദനയും ഞാൻ മറക്കും. അത്രയും എനിക്ക് പ്രിയപ്പെട്ടതാണ് നിങ്ങളുടെ ചിരി. ലക്ഷ്മി പറഞ്ഞ ഓർമ്മയിൽ അഭി ഒന്ന് പുഞ്ചിരിച്ചു. പക്ഷേ ലേബർ റൂം എന്ന് എഴുതിയ ഡോറിലേക്ക് അഭി നോക്കി. അഭി തറഞ്ഞു നിന്നു. അഭി, ഗിരിധരൻ്റെ വിളിയിൽ അവൻ തിരിഞ്ഞു നിന്നു. സമാധാനത്തിൽ ഇരിക്കാൻ പറ്റില്ല എന്നറിയാം, എങ്കിലും നീ എവിടെയും ഒന്നിരിക്ക്. വേണ്ടച്ച, ഞാനിവിടെ നിൽക്കാം, എന്തേലും ആവശ്യം വന്നാലോ. അഭിയുടെ വേദന കണ്ട് നെഞ്ചു പിടഞ്ഞുവെങ്കിലും സഞ്ജു അവനെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിച്ചു. ആമിയാണെങ്കിൽ തൻ്റെ ചേട്ടൻ്റെ അവസ്ഥ കണ്ട് കരഞ്ഞു തുടങ്ങി. അങ്ങോട്ട് വന്ന രാഹുൽ അഭിയുടെ അവസ്ഥ കണ്ട് തറഞ്ഞു നിന്നു. നീ ഇവിടെ ഇരി അഭി എന്ന് പറഞ്ഞ് സഞ്ജു അവനെ അടുത്ത് കണ്ട ചെയറിൽ ഇരുത്തി. നിന്റെ ജാൻസി റാണി ലേബർ റൂമിലായത് ഭാഗ്യം, അല്ല നിന്നെ കളിയാക്കി കൊന്നേനെ. എന്താ ഡോക്ടർ പറഞ്ഞത്? അത് ചിലപ്പോൾ സിസേറിയൻ വേണമെന്ന്. ചിലപ്പോൾ എന്നല്ലേ പറഞ്ഞത്? നീ ടെൻഷനാവാതെ. പെട്ടെന്ന് അവനിൽ വന്നു ചേർന്ന തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധൈര്യത്തിൽ അഭിഭിത്തിയിൽ ചാരിയിരുന്നു. ഒരു മുറിക്കപ്പുറം തൻ്റെ പ്രാണൻ അനുഭവിക്കുന്ന മരണവേദനയിൽ നെഞ്ചു നീറി. മിനിറ്റുകൾ മണിക്കൂറുകളായി ഓടിക്കൊണ്ടിരുന്നു. പുറത്തുനിന്ന് ഓരോ ആളിനും പ്രാർത്ഥനയും വഴിപാടും മാത്രം. കരഞ്ഞു കരഞ്ഞ് ലക്ഷ്മിയുടെ ഒച്ച നേർത്തു പോയിരുന്നു. വിട്ടുവിട്ടു വരുന്ന നടുവ് പൊളിയുന്ന വേദനയും ഉള്ളു പരിശോധനയും എല്ലാം കൂടി താൻ മരിച്ചു പോകുമെന്ന് അവൾക്ക് തോന്നി. തനിക്കെന്ത് പറ്റിയാലും കുഴപ്പമില്ല, തൻ്റെ അഭിയേട്ടൻ്റെ സ്വപ്നമാണ് ഈ കുഞ്ഞ്. മനസ്സിലെ സങ്കടവും ശരീരത്തിലെ വേദനയും അവളുടെ കണ്ണുനീരായി ഒഴുകിയിറങ്ങി. ലക്ഷ്മി, 1/2 മണിക്കൂർ കൂടി നോക്കിയിട്ട് നമുക്ക് സിസേറിയൻ ചെയ്യാം. വീണ്ടുമുള്ള പരിശോധന വന്ന ഡോക്ടർ കണ്ട് ലക്ഷ്മിയുടെ ശരീരം മുഴുവൻ പുകഞ്ഞു തുടങ്ങി. വീണ്ടും അതേ വേദന, തൻ്റെ ശരീരത്തിലെ എല്ലുകൾ മുഴുവൻ ഒടിഞ്ഞു നുറുങ്ങും പോലെ. പെട്ടെന്ന് അവൾക്ക് ഓർമ്മ വന്നത് തൻ്റെ അമ്മയുടെ ചില്ലിട്ട ഫോട്ടോയാണ്. ഇപ്പം കാണാൻ ഏറ്റവും മോഹിക്കുന്നത് ആ മുഖമാണ്. ലക്ഷ്മി, സിസേറിയനൊന്നും വേണ്ട, ബേബിയുടെ ഹെഡിങ് വന്നു, കാല് നന്നായി അകത്ത്, എന്നിട്ടൊന്ന് പുഷ് ചെയ്താൽ മാത്രം മതി. ലക്ഷ്മി അവളുടെ സർവ്വശക്തിയും സംഭരിച്ച് പുഷ് ചെയ്തു. ഒരു നഴ്സ് അവളുടെ വയർ ശക്തിയിൽ അമർത്തി. 2 പേര് കാലിൽ മുറുക്കെ പിടിച്ചു. അയ്യോ ലക്ഷ്മി, മേലോട്ടല്ല താഴോട്ട് പ്ലീസ്, ഇനിയൊരു സിസേറിയൻ പോലും പോസിബിൾ അല്ല. അത്രയും ഹെഡ് താഴെ വന്നു. നന്നായി പുഷ് ചെയ്യൂ. 2 മിനിറ്റ് അല്ലേ, കുഞ്ഞിന് ശ്വാസം കിട്ടില്ല. അത് കേട്ടതും ഉള്ളിൽ തീ കോരിയിട്ട പേടിയോടെ സർവ്വശക്തിയും സംഭരിച്ച് ലക്ഷ്മി പുഷ് ചെയ്തു. വയറും നടുവും പൊളിഞ്ഞടർന്ന് വീഴുന്ന പോലെ, അരക്ക് താഴെ തീ കോരിയിട്ട പോലെ അവൾ ഒന്ന് പിടഞ്ഞു. ശക്തിയോടെ ബെഡിൽ നിന്ന് ഉയർന്നു പൊങ്ങി തൻ്റെ ശരീരത്തിൽ നിന്നും എന്തോ ഒരു അവയവം അടർന്നു മാറിയ പോലെ തോന്നലിൽ അവൾ അമ്മയെ ഉറക്കെ വിളിച്ചു. ഒടുവിൽ അലറി കരച്ചിലിന് പരിസമാപ്തി നൽകി ആ കുഞ്ഞു കരച്ചിൽ മുഴങ്ങി കേട്ടു. മോളാണ് കേട്ടോ. ഡോക്ടർ പറഞ്ഞത് കേട്ട് ലക്ഷ്മിയുടെ കണ്ണ് നിറഞ്ഞു. അഭിയേട്ടൻ്റെ ആഗ്രഹം പോലെ ഒരു മാലാക.
തൻ്റെ ദേഹത്തേക്ക് എടുത്തു വെച്ച ആ കുഞ്ഞിൻ്റെ നെറുകയിൽ അവൾ അമർത്തി ചുംബിച്ചു. എൻ്റെ അഭിയേട്ടൻ്റെ ജീവൻ, ഇതുവരെ ഒന്നിച്ചു കണ്ട സ്വപ്നം മുഴുവൻ ഇവൾക്കുള്ളതായിരുന്നു. ഇത്രയും നേരം ഞാൻ ഈ വേദന മുഴുവൻ തിന്നത് നിനക്ക് വേണ്ടിയായിരുന്നു, നിന്റെ അച്ഛന് വേണ്ടിയും. ലക്ഷ്മി പ്രസവിച്ചു, പെൺകുഞ്ഞ്. ലേബർ റൂമിൻ്റെ ഡോറ് തുറന്ന് സിസ്റ്റർ പറഞ്ഞ വാക്ക് കേട്ട് അബിയുടെ കണ്ണുകൾ സന്തോഷത്തിൽ നിറഞ്ഞൊഴുകി. തൻ്റെ കയ്യിലേക്ക് വെള്ള ടർക്കിയിൽ പൊതിഞ്ഞു തന്ന ആ കുഞ്ഞിനെ കണ്ണിമ ചിമ്മാതെ അവൻ നോക്കി. നല്ല വെളുത്ത നിറവും തലയിൽ നിറയെ മുടിയുമുള്ള ഒരു കുഞ്ഞു മാലാക. സിസ്റ്റർ, ലച്ചു? കുഴപ്പമൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോൾ റൂമിലേക്ക് മാറ്റും. തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച അബി ആ കുഞ്ഞിൻ്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. അബിയുടെ കണ്ണിൽ നിന്ന് വീണ കണ്ണുനീർ കൊണ്ടാണോ അതോ ഇതുവരെ താൻ മൂടുപടത്തിൽ മാത്രം ഇരുന്നറിഞ്ഞ അച്ഛൻ്റെ സ്നേഹം അടുത്തറിഞ്ഞത് കൊണ്ടാണോ എന്നറിയില്ല. കുഞ്ഞിക്കണ്ണുകൾ ചിമ്മി തുറന്നവൾ അച്ഛൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി.